2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. രാവിലെ 7 മണി മുതലാണ് പോളിംഗ് ആരംഭിച്ചത്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2,77,49,159 വോട്ടർമാരാണ് തങ്ങളുടെ വോട്ടവകാശം ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. ബിനീഷ്, നമുക്കറിയാം ഇടുക്കി മണ്ഡലം എടുത്തു നോക്കുമ്പോൾ ഈ ആനയാക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ നിരവധിയായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ പ്രചാരണത്തിന് തൊട്ട് മുമ്പ് വരെ നിരവധിയായിട്ടുള്ള ഈ വിവാദങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ സമരത്തിലേക്ക് ഇറങ്ങുന്നു. അതിനെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിനെ പിന്നാലെ നിരവധിയായിട്ടുള്ള നേതാക്കൾ രംഗത്ത് വരുന്നു. തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് നോക്കുമ്പോൾ കേരളം വിധി എഴുതുമ്പോൾ ഇടുക്കി ജില്ലയും അതുപോലെ മണ്ഡലങ്ങളും എങ്ങനെയാണ് നിലവിൽ? തീർച്ചയായും ഇടുക്കി മണ്ഡലത്തിൽ വലിയൊരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ജോയ്സും ഡീനും തമ്മിലൊരു മൂന്നാം അംഗത്തിന്റെ ഒരു പോരാട്ടം എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ഈ 2014 തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീനും ജോയ്സുമായിരുന്നു ഈ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്നത്തെ സിറ്റിംഗ് MP PT തോമസിനെ പിൻവലിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് UDF അവസരം ഒരുക്കിയത്. അതോടൊപ്പം തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിയമോപദേഷ്ടായിരുന്നു ഈ ജോയ്സ് ജോർജ്. ഇടതുമുന്നണിയും അത്തരത്തിൽ കളത്തിലിറക്കിയത് ജോയ്സ് ജോർജിനെയായിരുന്നു. അന്ന് സീറ്റ് ഇടതുമുന്നണി സ്വന്തമാക്കിയിരുന്നു. 2019 ഈ കാറ്റ് തിരിഞ്ഞു വീശുകയായിരുന്നു. 2014 ജോയ്സിന് ലഭിച്ച വോട്ട് 50,542 വോട്ടിനായിരുന്നു. ഭൂരിപക്ഷത്തിലാണ് ജോയ്സ് ജയിച്ചത്. എന്നാൽ 2019 പരിശോധിക്കുകയാണെങ്കിൽ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 1,76,053 വോട്ടിനാണ് ഈ ഡീൻ കുര്യാക്കോസ് അന്ന് വിജയിച്ചത്. ഏതായാലും ഇടുക്കിയിൽ നിർണായക സ്വാധീനമുള്ള കേരള കോൺഗ്രസും UDF വിട്ടതിനു ശേഷമുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇടുക്കിക്കാർക്ക്. ഏതായാലും എറണാകുളം ജില്ലയിലെ ഒരു മൂവാറ്റുപുഴ, കോതമംഗലം, ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ ഇത്തരത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഏതായാലും 12,14,189 വോട്ടർമാരാണ് ഇന്ന് ഈ ജനവിധി തേടുന്നത്. ഏതായാലും ഇപ്പോൾ ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും എല്ലാം തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ പ്രതികരണം, ജോയ്സിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇടുക്കിക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് താനാണ്, അപ്പോൾ തീർച്ചയായിട്ടും ജനവിധി തനിക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് ജോയ്സ് ജോർജിന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചത് മൂന്നാം അംഗത്തിലും താൻ തന്നെ വിജയിക്കും, വിജയപ്രതീക്ഷ തനിക്ക് ഉറപ്പാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡീൻ കുര്യാക്കോസിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. ഏതായാലും അത്തരത്തിൽ ഒരു വലിയൊരു പോരാട്ടത്തിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം, ഇരട്ട വോട്ടുകളുടെ ഒരു ആരോപണം BJP ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങളെല്ലാം തന്നെ സത്യാവസ്ഥയിലേക്ക് ആകുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇരട്ട വോട്ട് ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഇടുക്കി ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 57-ാം നമ്പറിലാണ് ഒരു വനിതയെ ഈ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇവരിലെ മഷി പൂർണ്ണമായി മായ്ക്കുവാൻ സാധിക്കാതെ എത്തിയ വനിതയാണ് ഈ ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചത്. ഇവരുടെ ഭർത്താവ് നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുത്തി പോയിരുന്നു. ഇത്തരത്തിലുള്ള ഈ ഇരട്ട വോട്ട് ആരോപണങ്ങളെല്ലാം തന്നെ വലിയൊരു വിഷയത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടം അതും കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഈ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള ഈ BJPയുടെ ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രകടമായിരുന്നു. ഏതായാലും ആ ഒരു പ്രകടനം തന്നെ അവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു വാസ്തവമാണെന്നുള്ള ഒരു പ്രതിവാദം തന്നെയാണ് ഇപ്പോൾ ഇരട്ട വോട്ടിൽ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഇടമലക്കുടി ഏറ്റവും ദുർഘടമായ ഒരു പ്രദേശം കൂടിയാണ് ഇടമലക്കുടിയിൽ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് പറയുന്നത് PJ ജോസഫ്, അതോടൊപ്പം തന്നെ MM മണി തുടങ്ങിയ പിന്നെ മാർജോൺ നെല്ലിക്കുന്നൽ ഇവരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മണിയാശാന്റെ പ്രതികരണം ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും വിജയം ഉറപ്പ്, അതിൽ യാതൊരു മാറ്റവുമില്ലെന്ന് തന്നെയാണ് മണിയാശാന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇടുക്കിയിൽ 18% ഇപ്പോൾ പോളിംഗ് പൂർത്തിയായി എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഭദ്ര, ഇടുക്കിയിലെ വിശേഷങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്. എന്തായാലും പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇടുക്കി ജില്ലയും കേന്ദ്രീകരിച്ച മണിയാശാൻ അടക്കമുള്ള പ്രമുഖരടക്കം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോയ്സ് ജോർജ്, അതുപോലെ ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്.
ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുരോഗതിയും ഉണ്ട് ഈ പോളിംഗിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടുക്കിയിലെ വിശേഷങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയിരുന്നത്. രാവിലെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചത്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗിന്റെ സമയം. വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം. 20 മണ്ഡലങ്ങളിൽ 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുന്നു. 19% വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തൃശ്ശൂരിൽ 19% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് 20% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.